കോഴിക്കോട് ജില്ലയിൽ വളരെ സജീവമായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിലവിൽ വടകര ഡിവൈഎസ്പി ആയ എ ഉമേഷ്. നേരത്തെ ACP എന്ന നിലയിൽ കോഴിക്കോട് നഗരത്തിലെ വിവിധ പൊതുപരിപാടികളിലെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. എന്നാൽ ഉമേഷിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അതിഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. 11 വർഷങ്ങൾക്ക് മുൻപ് ഉമേഷ് നടത്തിയ ക്രൂരതകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ആത്മഹത്യാ കുറിപ്പിലൂടെ പുറത്തുവിട്ടത്. 2 ആഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത പാലക്കാട് ചെർപ്പളശ്ശേരി SHO ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിലാണ് ഈ നടുക്കുന്ന വിവരങ്ങൾ. അനാശാസ്യ കേന്ദ്രത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ ഉമേഷ് നിരവധി തവണ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും കൈക്കൂലി വാങ്ങി ഈ കേസ് സെറ്റിൽ ചെയ്തുമെന്നുമാണ് ബിനുവിന്റെ വെളിപ്പെടുത്തൽ. പോലീസിനെ തന്നെ നാണം കെടുത്തുന്ന ഉമേഷിനെതിരെയുള്ള കേസാണ് ഇന്ന് ജനറൽ ഡയറിയിൽ. സ്വാഗതം. 2014 നടന്ന ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചാണ് ബിനുവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. അക്കാലത്ത് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ CI ആയിരുന്നു ഇപ്പോൾ ആരോപണ വിധേയനായ വടകര DYSP ഉമേഷ്. അന്ന് ഇതേ സ്റ്റേഷനിലെ SI ആയിരുന്നു 2 ആഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശിയായ ബിനു തോമസ്. ബിനു തോമസിന്റെ 32 പേജുള്ള ആത്മഹത്യാ കുറിപ്പിലെ 4, 5, 6 പേജുകളിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതര വെളിപ്പെടുത്തലുകൾ ഉള്ളത്. 2014 വടക്കാഞ്ചേരിയിൽ വെച്ച് ഒരു അനാശാസ്യ കേന്ദ്രം പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റെയ്ഡ് നടന്നത്. ഈ പരിശോധനയിൽ ഒരു സ്ത്രീയെയും 4 പുരുഷന്മാരെയും പോലീസ് പിടികൂടി. എന്നാൽ ഇത്തരം ഒരു റെയ്ഡ് നടത്തി 5 പേരെ പിടികൂടിയിട്ടും സംഭവത്തിൽ പോലീസ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തില്ല. പകരം പണം വാങ്ങി കേസ് സെറ്റിൽ ചെയ്യുകയായിരുന്നു എന്നാണ് ബിനു തോമസ് വ്യക്തമാക്കുന്നത്. 1 ലക്ഷം രൂപ ഈ സംഘത്തിൽ നിന്ന് ഉമേഷ് കൈപ്പറ്റുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെയാണ് ഉമേഷിനെ കുരുക്കിലാക്കുന്ന ഗുരുതരമായ ചില വെളിപ്പെടുത്തലും ബിനു തോമസ് നടത്തുന്നത്. അന്ന് അനാശാസ്യ കേന്ദ്രത്തിൽ നിന്നും പിടികൂടിയ സ്ത്രീയെ റെയ്ഡ് നടന്ന രാത്രിയിലും പിന്നീട് പല തവണയും ഉമേഷ് പീഡിപ്പിച്ചെന്നാണ് ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇതിന് കൂട്ടുനിൽക്കാനും ആ സ്ത്രീയെ പീഡിപ്പിക്കാനും ഉമേഷ് തന്നെ നിർബന്ധിച്ചെന്നും ബിനു കുറിപ്പിൽ പറയുന്നുണ്ട്. കേസിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞാണ് ഉമേഷ് സ്ത്രീയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചത്. കേസിൽ നിന്നും രക്ഷപ്പെടാനായി യുവതി പോലീസിന്റെ നിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതിയെ കാണാനായി നിരവധി പേർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. അവരിൽ ചിലരെ താൻ അടിച്ചോടിച്ചെന്നും ബിനു തോമസ് പറയുന്നുണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞ് അവരുടെ മക്കളും അമ്മയും ഒരു ഓട്ടോയിൽ സ്റ്റേഷനിലെത്തിയിരുന്നു. ഈ സമയത്ത് ഉമേഷ് തന്നെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിപ്പിച്ച് അവൾ ആള് കൊള്ളാമല്ലോ എന്നും നമുക്കിന്ന് അവളുടെ അടുത്തേക്ക് പോയാലോ എന്നും ചോദിച്ചു. എന്നാൽ ആ കുടുംബത്തിന്റെ അവസ്ഥയും അമ്മയുടെ രോഗാവസ്ഥയും കുട്ടികളുടെ മുഖവും കണ്ടപ്പോൾ തനിക്ക് മാനസിക പ്രയാസം തോന്നി. പിന്നീട് ഓട്ടോയിൽ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അവർ വീട്ടിലെത്തിയെന്ന് ഉറപ്പാക്കി ഉമേഷ് തന്നെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഒരു ബേക്കറിയിൽ കയറി അവരുടെ മക്കൾക്കായി 2 ഡയറി മിൽക്ക് ചോക്ലേറ്റുകൾ വാങ്ങി. അന്ന് താനായിരുന്നു കാർ ഓടിച്ചതെന്നും ബിനു തോമസ് ഓർത്തെടുക്കുന്നുണ്ട്. ഉമേഷിനെ യുവതിയുടെ വീടിന് സമീപത്തിറക്കി താൻ കാറുമായി ഹൈവേയിലെത്തി കാറിൽ കിടന്നു. അല്പസമയത്തിന് ശേഷം ഉമേഷ് തിരികെ വിളിച്ചപ്പോൾ താൻ കാറുമായി അദ്ദേഹത്തെ കൂട്ടാൻ ആ വീട്ടിലേക്ക് പോയി. ആ രാത്രിയിൽ തന്നെ അവരെ പീഡിപ്പിക്കാൻ ഉമേഷ് തന്നെ നിർബന്ധിച്ചിരുന്നെങ്കിലും അവശയായ സ്ത്രീയുടെ മുഖഭാവം കണ്ടപ്പോൾ തനിക്കതിന് മനസ്സ് വന്നില്ല. ഈ പകൽ അവരൊന്നും കഴിച്ചിട്ടില്ല എന്ന് അവരുടെ മുഖത്ത് നിന്ന് തനിക്ക് മനസ്സിലായെന്നും ബിനു തോമസ് കുറിപ്പിൽ പറയുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ കൂടി ഉമേഷിനെ താൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും ബിനു തോമസ് വിശദമാക്കുന്നു. ഇതിനുശേഷം താനും ആ സ്ത്രീയുമായി ചാറ്റിംഗ് നടത്തിയിരുന്നു. പിന്നീട് ഒരിക്കൽ താനും ആ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെന്നും ബിനു തോമസ് തുറന്നു പറയുന്നുണ്ട്. പിന്നീട് ഉമേഷുമായി ഒരുമിച്ചും അല്ലാതെയും വിവിധ സ്റ്റേഷനുകളിൽ ഇത്രയും കാലം ജോലി ചെയ്തെങ്കിലും ഈ സംഭവം ബിനു തോമസിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു. ഇങ്ങനെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കാൻ കാരണമായത് ഈ സംഭവത്തെക്കുറിച്ച് തന്റെ വീട്ടുകാർ അറിയുമോ എന്ന ആശങ്കയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ വടകരയിൽ ജോലി ചെയ്യുന്ന ഉമേഷ് ഇക്കാര്യങ്ങൾ വടകരയ്ക്ക് സമീപമുള്ള തന്റെ വീട്ടിൽ പറയുമോ എന്നും ബിനു തോമസ് ആശങ്കപ്പെട്ടിരുന്നതായാണ് വിവരം. അതിനാലാണ് 32 പേജുള്ള ആത്മഹത്യാ കുറിപ്പിലെ മറ്റ് വിവരങ്ങൾക്കൊപ്പം 11 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ബന്ധത്തിന്റെ കൂടി വിവരങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നതും. ഏതായാലും ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഉമേഷിനെതിരെ പോലീസ് കേസ് എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കപ്പെട്ട യുവതി തുടക്കത്തിൽ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് മൊഴി നൽകാനോ അന്വേഷണവുമായി സഹകരിക്കാനോ തയ്യാറായിരുന്നില്ല. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് തന്നെയും പ്രതിയാകുമോ എന്ന ഭയത്താലായിരുന്നു ഈ യുവതി മൊഴി നൽകാതിരുന്നത്. എന്നാൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി കേസിന്റെ ഗുരുതര സ്വഭാവം യുവതിയെ ബോധ്യപ്പെടുത്തുകയും പിന്നാലെ യുവതി പോലീസിന് മുമ്പാകെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിരുന്നു ഉമേഷിന്റെ ശ്രമം. എന്നാൽ യുവതിയുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ ഉമേഷിനെതിരെ കേസ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്.